AX7 ലക്ഷറി വെഹിക്കിൾ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നല്ല, ബാംഗ്ലൂർ തന്നെ എവിടെയും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീലാർച്ചിന്റെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കൂടിയാണ്. കാരണം 200 ന്യൂട്ടൺ മീറ്റർ ടു 30 ന്യൂട്ടൺ മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടോർക്ക് തന്നെയാണ്. ഈ ഒരു കണക്റ്റിംഗ് ടൈലൈറ്റ് 364 ലിറ്റർ ആണ് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. ഡിസ്ക് വൈപ്പ് എന്ന് പറയുന്ന ടെക്നോളജി അവൈലബിൾ ആണ്. തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡാഷ്ബോർഡ് ആണ്. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അഡാസ് ലെവൽ 2 അവൈലബിൾ ആണുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ലെഗ് സ്പേസ് ആയാലും ഹെഡ് സ്പേസ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ. അത് ഡീസൽ വെക്കുകയാണെങ്കിൽ ടർബോ ഡീസൽ എഞ്ചിനാണ്, CRDന്റെ എഞ്ചിനാണ്. 1.5 ലിറ്റർ ആണ് ഡീസൽ എഞ്ചിന് വരുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ലെതറിന്റെ ഫിനിഷിംഗ് ആയാലും ടയർ പ്രഷർ മോണിറ്ററിങ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇന്ത്യൻ വാഹന വിപണിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്ന ഒരു കാറ്റഗറിയാണ് SUV എന്ന് പറയുന്ന കാറ്റഗറി. അതിൽ തന്നെ ഒട്ടുമിക്ക എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് കോമ്പാക്ട് SUV. ഒട്ടുമിക്ക എല്ലാ വാഹന കമ്പനികൾക്കും ഉള്ള ഒരു സെഗ്മെന്റ് കൂടിയാണ് കോമ്പാക്ട് SUV. അങ്ങനെയുള്ള ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 മുതൽ 20-25 ലക്ഷം രൂപയായിരിക്കും അതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ്. ആ ഒരു കാറ്റഗറിയിലേക്ക് ഇപ്പോൾ പുതിയ വണ്ടി വന്നിരിക്കുകയാണ്. മഹീന്ദ്രയുടെ 3XO എന്ന് പറയുന്ന ഒരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു 3XO എന്ന് പറയുന്നത് 300 എന്ന് പറയുന്ന വാഹനത്തിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ്. ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തന്നെ ഈ ഒരു 3XOന്റെ വിവരങ്ങളാണ്. ഇനി ചാനൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോൾ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരുള്ള മഹീന്ദ്ര സിരീഷ് ഓട്ടോയിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സിൽക്ക് ബോർഡാണ്. സിൽക്ക് ബോർഡ് HSR ലേഔട്ടിന്റെ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വാഹനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ്. അതായത് AX7 ലക്ഷറി വെഹിക്കിൾ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നല്ല, ബാംഗ്ലൂർ തന്നെ എവിടെയും കിട്ടാനില്ല. ഈ ഒരു ഷോറൂമിൽ മാത്രമേ ഈ ഒരു ലക്ഷറി ടോപ്പ് എൻഡ് വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു വേരിയന്റ് എന്ന് പറയുന്നത് AX5 ആണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഓവറോളുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നോക്കാം. നമുക്ക് ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഒരു ബൾക്കി ഫീലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഈവൺ ഈ ഒരു ബോണറ്റിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ബൾക്കി ഫീൽ തന്നെ തരുന്നുണ്ട്. അതുപോലെ തന്നെ സെന്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മഹീന്ദ്രന്റെ ലോഗോ കാണാം. അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടെ മൊത്തം ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെർട്ടിക്കൽ സ്ലാക്സ് കാണാം. 4 വെർട്ടിക്കൽ സ്ലാക്സ് നമുക്ക് ഇവിടെ കാണാം. ഇത് നമ്മൾ മഹീന്ദ്രന്റെ മറ്റുള്ള വെഹിക്കിൾസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു താഴത്തേക്ക് വരികയാണെങ്കിൽ തന്നെ എയർ ഡാമിന്റെ പോർഷൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഫീൽ തന്നെ തരുന്നുണ്ട്. ഇനി നമ്മൾക്ക് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു C ടൈപ്പിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സീന്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടിരിക്കുന്നത്. അതും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു ഫോഗ് ലാമ്പ് ഒക്കെ ഹാലജൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു പാറ്റേൺ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഈ ഒരു ഏരിയയിലും കുറച്ചൊരു പാറ്റേൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ഡിസൈൻ വൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് ഇവിടെ കാണാം 360 ഡിഗ്രിയുടെ ക്യാമറ. ഈ ഒരു 360 ഡിഗ്രി ക്യാമറ വന്നിരിക്കുന്നത് AX7 ലക്ഷറി സെഗ്മെന്റിലാണ്. അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അതിഗംഭീരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കൂടിയാണ്. ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫിസിക്കലി നമ്മൾ ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും കൂടിയാണ്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു വീലാർച്ചിന്റെ ഈ ഒരു ഡിസൈൻ. അതായത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. മറ്റുള്ള വാഹനങ്ങളൊന്നും കണ്ടുവരാത്തൊരു യുണീക്ക് ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ക്രോം പ്ലേറ്റ് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ചെയ്യാം. അത് ആക്സസറീസ് പോലെയാണ് വരുന്നത്. അതും കൂടി കവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു വാഹനത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറൊരു മോഡൽ AX5 നമ്മളുടെ ഇവിടെ ഒരു ക്രോം പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. അതുപോലെ തന്നെ നമുക്കിവിടെ ടയറിന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കാണാം 215/55 ആണ്. 17 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലതാണ്. ഇതിന്റെ താഴത്തെ വേരിയന്റിലേക്ക് വരുന്ന 16 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സ് ആണ്. ഈ ഒരു വേരിയന്റിലേക്ക് വരുന്നത് നമുക്ക് 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ORVM കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വന്നിട്ട് തന്നെയാണ്. 360 ക്യാമറയുടെ ക്യാമറ ഇവിടെ കാണാം. ഈ ഒരു ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു കളർ നോക്കുകയാണെങ്കിലും ഈ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെക്കാട്ടും അതിഗംഭീരമാണ് നമ്മൾ ഷോറൂമിൽ വന്ന് കാണുമ്പോൾ. കാരണം ഈ ഒരു ലക്ഷറി സെഗ്മെന്റ് ആയാൽ തന്നെ ഫീച്ചർ നോക്കുകയാണെങ്കിലും അതിഗംഭീരമായ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളറും ഈ ഒരു ഡിസൈനും എല്ലാം അതിഗംഭീരം തന്നെയാണ്. പിന്നെ സൈഡിലുള്ള ഒട്ടുമിക്ക ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻസ് പോലെ ഒരു കുറച്ചും കൂടി ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മസ്കുലർ ഫീല് കിട്ടുന്ന രീതിയിലേക്കാണ് ഈ ഒരു കർവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റിയറിലേക്ക് വരാം. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നതാണ് ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലൈറ്റ്. ഇതിന് പറയുന്നത് മഹീന്ദ്ര വിളിക്കുന്നത് ഇൻഫിനിറ്റി ടെയിൽ ലൈറ്റ് ആണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം ഈ ഒരു ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ ഫിനിഷ് ചെയ്യുന്ന രീതിയിലേക്കാണ് അതിന്റെ ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് സെൻട്രൽ ലൈറ്റ് തന്നെ മഹീന്ദ്രന്റെ ലോഗോ കാണാം. അതുപോലെ തന്നെ XUV3 XO എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഏത് വേരിയന്റ് ആണെന്നുള്ളത് AX7 ലക്ഷറി സെഗ്മെന്റ് ആയിട്ടുള്ള ഏത് വേരിയന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ റിയറിലെ ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലൈറ്റ് റിഫ്ലക്ടേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. റിയറിലെ സെൻസേഴ്സ് കാണാം. ക്യാമറ യൂണിറ്റ് കാണാം. പിന്നെ ഷാർഫിൻ ആന്റിന കാര്യങ്ങളൊന്നും വന്നത്. അതുപോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്പോയിലർ കാണാം. അതും ഒരു ബ്ലാക്ക് ടോൺ ലൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വൈപ്പർ യൂണിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡിഫോഗർ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ റിയറിലേക്ക് വരുമ്പോൾ നല്ലൊരു മസ്കുലർ ഫീൽ തന്നെ തരുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഡിസൈൻ വൈസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ബൂട്ട് സ്പേസിന്റെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെ ഒരു പ്രശ്നം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാനുള്ളതുണ്ട്. 364 ലിറ്റർ ആണ് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. ഇത് ഒരു പാർസൽ ട്രേ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ഈ ഒരു മുകളിൽ വരെയുള്ള ഒരു സ്പേസ് ആണ്. 364 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 60-40 സ്പ്ലിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പെയർ വീൽസ് കാര്യങ്ങളൊക്കെ കാണാം. സ്പെയർ വീൽസിന്റെ സൈസ് വന്നിരിക്കുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ചിന്റെ സ്പെയർ വീൽസ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ടയറിന്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മാക്സിമം 5 kg യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ 7 kg യൂസ് ചെയ്യാനുള്ള ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് വണ്ടി. ഈ ഒരു AX7 ലക്ഷറിയിൽ നമുക്ക് ഡിസ്ക് വൈപ്പ് എന്ന് പറയുന്ന ടെക്നോളജി അവൈലബിൾ ആണ്. ആ ഒരു ഡിസ്ക് വൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മഴക്കാലത്ത് കാര്യങ്ങളൊക്കെ വൈപ്പർ യൂഷ്വലി ഇടാറുണ്ട്. ഈ ഒരു വേരിയന്റിൽ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് അവൈലബിൾ ആണ്. ആ ഒരു ഓട്ടോമാറ്റിക് വൈപ്പർ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് 4 ഡിസ്ക് ബ്രേക്ക് ആണ്. ആ ഒരു ഡിസ്ക് വൈപ്പ് ആവുന്ന ടെക്നോളജിയാണ്. സോ വണ്ടി തെന്നി പോകാതെയും അതുപോലെ തന്നെ ഡിസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ആവുന്ന ടെക്നോളജിയാണ്. അതാണ് ഒരു ഡിസ്ക് വൈപ്പ് എന്ന് പറയുന്ന ടെക്നോളജി. ആ ഒരു ഫീച്ചർ ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു 3XOന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 201 മില്ലിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ 9 വേരിയൻസ് അവൈലബിൾ ആണ്. M1, M2, M3. M2ന്റെ M3ന്റെ പ്രോ വേരിയന്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ AX5, AX7. AX5ന്റെ AX7ന്റെ ലക്ഷറി വേരിയന്റും കൂടി അവൈലബിൾ ആണ്. നമ്മൾ മഹീന്ദ്ര XUV700 ഒക്കെ ലക്ഷറി വേരിയന്റ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആയ AX7 മാത്രമായിരുന്നു. അപ്പൊ ഈ ഒരു വെഹിക്കിളിലേക്ക് വന്നപ്പോൾ AX5 ലക്ഷറി വേരിയന്റ് അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തം 9 വേരിയന്റ്സ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് കിടക്കാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു ഫിനിഷോട് കൂടിയാണ് ഈ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതും ഈ ഒരു ലക്ഷറി സെഗ്മെന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരുപാട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ, ഈ ഒരു ഡോറിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ കാണാം. പവർ ഡോറിൻ്റെ കൺട്രോളിങ്സ്, അതുപോലെ തന്നെ ORVMൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നല്ലൊരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഹർമാൻ്റെ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് വാട്ടർ ബോട്ടിലിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ഓപ്ഷൻസ്, അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളിങ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ AC വെൻസ് കാര്യങ്ങളൊക്കെ കാണാം. അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡാഷ്ബോർഡാണ്. അതും നല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് വരുന്നത്. ലെതർ ഫിനിഷോട് കൂടിയ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെ, അതും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഈ ലക്ഷറി വേരിയന്റിൽ. നമുക്ക് ഇവിടെ കാണാം ഒരു 26.03ന്റെ നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഇവിടെ കാണാം. അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്.
അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഹർമാൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നാവിഗേഷൻ സിസ്റ്റം അവൈലബിൾ ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്രോണിക്സിൻ്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻറ്റഗ്രേറ്റ് ചെയ്ത വേർഷൻ തന്നെയാണ്. കാരണം ഇതൊരു ലക്ഷറി സെഗ്മെൻ്റ് ആണ്. AX7 ആണ് ലക്ഷറി സെഗ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബിൽഡിനായിട്ടുള്ള നമുക്ക് ആമസോണിൻ്റെ അലക്സ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അലക്സ യൂസ് ചെയ്തിട്ട് നമുക്ക് കമാൻഡ് വഴി തന്നെ ഓരോ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാം. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൺട്രോളിങ്സ്, കണക്റ്റഡ് ആപ്സ്, അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ വഴി ഗാലറി കാര്യങ്ങളൊക്കെ. വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ റിവേഴ്സ് ക്യാമറേൻ്റെ നമുക്ക് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷനും കൂടി ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. ഇവിടെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം ഇവിടെ ഡിസ്പ്ലേൻ്റെ കൺട്രോളിങ്സ്, ഡേറ്റ് ആൻഡ് ടൈം, ഓഡിയോ സെറ്റിങ്സ്, വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് വെഹിക്കിൾസിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ക്യാമറ യൂണിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് 360 ക്യാമറ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീൻഷോട്ട് ക്യാപ്ചേർഡ് ഇമേജ് സ്റ്റോർ ഇൻ ഗാലറി. നമ്മൾ ഗാലറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഗാലറി പോയിട്ടുണ്ടെങ്കിൽ എടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ എടുത്ത ഫോട്ടോ ആണിത്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഉപയോഗം ഉണ്ട് എന്നുള്ള അറിയില്ല, എന്നാലും ഒരു ടെക്നോളജി വൈസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണ്. ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയതാണ്. നമുക്ക് തൊട്ട് താഴെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇവിടെ കാണാം AC വെൻസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എല്ലാ സ്ഥലത്തും ആ ഒരു ടച്ച് വരുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വണ്ടീൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് BJ കളർ ആണെങ്കിലും ആ ഒരു പിയാനോ ബ്ലാക്കും കൂടി വന്നപ്പോൾ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കളർ ടോൺ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഹസാറിൻ്റെ സ്വിച്ചൊക്കെ കാര്യം പ്ലേസ് ചെയ്തൊക്കെ നല്ല ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു AC കൺട്രോളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ സോൺ ആണ്. ഡ്യുവൽ സോൺ AC ക്ലൈമറ്റ് കൺട്രോളിംഗ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് രണ്ട് സൈഡും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. ആ ഒരു വയർലെസ് ചാർജിങ്ങിന്റെ ഈ ഒരു പോർഷൻ മഹീന്ദ്രന്റെ ലോഗോ ഒക്കെ പ്ലേസ് ചെയ്തിട്ട് നല്ല ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു നോർമൽ ടൈപ്പ് എന്റെ ഒരു USB ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം ടൈപ്പ് C, അതും 65 വാട്ടിന്റെ ചാർജിങ് യൂണിറ്റ് ആണ്. നമുക്ക് ലാപ്ടോപ്പ് പോലത്തെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചാർജിങ് യൂണിറ്റും കൂടി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വേറൊരു വെഹിക്കിൾസിൽ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 6 സ്പീഡ് തന്നെയാണ് രണ്ടും വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെൻട്രൽ ലൈറ്റിനെ കാണാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലക്ഷറി വേരിയന്റിൽ നമുക്ക് ഓട്ടോ ഹോൾഡ്, പാർക്കിംഗ് ഒക്കെ എല്ലാം ഈ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫീച്ചർ കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. അതും ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ് ഈ ഒരു ഓട്ടോ ഹോൾഡ് ഫീച്ചർ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇവിടെ സെൻട്രൽ ആയിട്ട് ഒരു ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ലെതറിന്റെ ഫിനിഷിംഗ് ആയാലും ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ലെതർ ടച്ച് വരുന്ന രീതിയിലേക്കാണ് ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കപ്പ് ഹോൾഡ് രീതിയിലേക്കാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം 26.03 സെന്റിമീറ്റേഴ്സിന്റെ തന്നെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ നമുക്ക് കാണാം. ഒരുപാട് ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നാവിഗേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. നാവിഗേഷൻ, അതുപോലെ തന്നെ ഡ്രൈവ് അസിസ്റ്റ്, ഡിസ്പ്ലേ ലേഔട്ട്, സെറ്റിങ്സ്, അലേർട്ട് ഹിസ്റ്ററി, ഡ്രൈവിംഗ് ഇൻഫോർമേഷൻസ്, ഫ്യൂവൽ തിങ്, ഒരുപാട് ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തൊരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡിജിറ്റൽ ആ ഒരു ക്ലസ്റ്ററിൻ്റെ തീമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ, കാരണം നമുക്ക് ഒരുപാട് വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു തീമും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതും. പിന്നെ ഒരുപാട് വാർണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇതിൽ തന്നെ കാണാൻ പറ്റും. ടയറിൻ്റെ കൺട്രോളിങ്സ്, ടയറിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിങ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അഡാസ് ലെവൽ 2 അവൈലബിൾ ആണുള്ളത്. ഈ ഒരു വെഹിക്കിളിൽ അഡാസ് ലെവൽ 2 അവൈലബിൾ ആണ്. അത്
പിന്നെ സ്റ്റിയറിംഗിന്റെ കൺട്രോളിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ മൗണ്ടഡ് ആയിട്ടാണ് ഓഡിയോ കൺട്രോളിങ്സ്, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിംഗിന്റെ യൂണിറ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മഹീന്ദ്രന്റെ പുതിയ ലോഗോ കാര്യങ്ങളൊക്കെ സെൻട്രൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്, ലെതർ ഫിനിഷോട് കൂടിയ സ്റ്റിയറിംഗ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ് സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാരണം വൈപ്പറിന്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്ന ഹെഡ്ലൈമിന്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന IRVM കാര്യങ്ങളൊക്കെ ഓട്ടോ ഡിമ്മിങ് തന്നെയാണ്. കാരണം നമ്മൾ ബാക്കിയുള്ള വേരിയൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ മാനുവലി ആയിരിക്കും, പക്ഷേ ഈ ഒരു വെഹിക്കിൾ നമുക്ക് IRVM കാര്യങ്ങളൊക്കെ ഓട്ടോ ഡിമ്മിങ് ആണ്. പിന്നെ ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആയിട്ടാണ് സ്കൈ റൂഫ്. മഹീന്ദ്ര വിളിക്കുന്നതാണ് സ്കൈ റൂഫ് തന്നെയാണ് ഈ ഒരു വേരിയന്റിൽ വന്നിരിക്കുന്നത്. AX7 ലക്ഷറി വരുന്നിരിക്കുന്ന സ്കൈ റൂഫ് ആണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മിറേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോ ഡ്രൈവർ സൈഡിൽ മിററും ലൈറ്റും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ നമുക്ക് പെട്രോൾ കൂടാതെ ഡീസൽ അവൈലബിൾ ആണ്. ആ ഡീസലിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. സിപ്പ്, സാപ്പ്, സൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രൈവിംഗ് മോഡ്സ് അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. കാരണം ഞാൻ ഇരിക്കുന്നത് കാണാം, എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'10" ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ലെഗ് സ്പേസ് ആയാലും ഹെഡ് സ്പേസ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ. പിന്നെ നമുക്കിവിടെ സെൻട്രലായിട്ട് തന്നെ കാണാം, നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമ്മൾ ഒട്ടുമിക്ക വാഹനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പോലും അത് ചില ഫീച്ചേഴ്സിൽ കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കട്ട് ചെയ്യലുണ്ട്, എന്നാലും ആ ഒരു ഫീച്ചറും വന്നിട്ടുണ്ട്. 3 പേർക്കൊക്കെ സുഖസുന്ദരമായിട്ട് നമുക്ക് റിയറിൽ ഇരിക്കാനുള്ള സ്പേഷ്യസ് ഉണ്ട്. പിന്നെ സെൻറ്ററിലെ ടണൽ നോക്കുകയാണെങ്കിൽ അത്ര ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അത്യാവശ്യം കാല് വെച്ചിട്ട് നമുക്ക് ഇവിടെ സെൻറ്ററിലേക്ക് തന്നെ ഇരിക്കാൻ പറ്റും. 3 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കാനുള്ള സ്പേഷ്യസ്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ്. നല്ല സോഫ്റ്റ് കുഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സ്റ്റിച്ചിങ് ആയാലും കൊള്ളാം, അത്യാവശ്യം നല്ല സ്മൂത്ത് ആൻഡ് തന്നെയാണ്. പിന്നെ നമുക്ക് റിയറിൽ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റീഡിങ് ലൈറ്റ് പോലത്തെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് റിയറിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട് റിയറിൽ തന്നെ. AC വെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയറിൽ AC വെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റിയറിലേക്ക് വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ, 3XO കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരാം. പ്രൈസ് റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പെട്രോളും ഡീസലും ഉണ്ടെന്ന് അറിയാം. പെട്രോളിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 7.5 ലക്ഷം മുതൽ 10.5 ലക്ഷം വരെ എക്സ് ഷോറൂം പ്രൈസാണ് വന്നിരിക്കുന്നത്. 9 വേരിയൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. MX1 മുതൽ AX7 ലക്ഷറി വരെ, അങ്ങനെ 9 വേരിയൻസ് അവൈലബിൾ ആണ്. ഡീസൽ ഇല്ലാത്തൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് ആയ MX1 ഡീസലില്ല. ബാക്കി എല്ലാ വേരിയൻസിലും പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. ഇനി ഡീസലിൻ്റെ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് ഡീസലിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം ചെറിയൊരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിലത്തെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളുമായിട്ടും കേരളത്തിലെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ് ഷോറൂം പ്രൈസ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു 9 വേരിയൻസിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പെട്രോൾ ആണെങ്കിൽ 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയും, ഡീസൽ ആണെങ്കിൽ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് വരുന്നത്. അങ്ങനെ നമ്മളിതാ ടെസ്റ്റ് ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് AX5 വേരിയൻ്റ് ആണ്. AX5 വേരിയൻറ്റിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് കിട്ടിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോലത്തെ, അതുപോലെ തന്നെ AX7 ലക്ഷറി സെഗ്മെൻ്റ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലേക്ക് കിട്ടാൻ എന്തായാലും ഡെഫിനറ്റ്ലി ടൈം എടുക്കുന്നതാണ്. അപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും ഈ ഒരു AX7 എന്ന ലക്ഷറി എന്ന വെഹിക്കിൾ തന്നെ അവൈലബിൾ അല്ല. നാട്ടിലോട്ടുമൊക്കെ ഷോറൂമിലൊക്കെ ഞാൻ അന്വേഷിച്ചിടത്തോളം മനസ്സിലായ അതാണ്. അപ്പോൾ കേരളത്തിലേക്കൊക്കെ ഈ ഒരു വെഹിക്കിൾ, അതായത് നമ്മൾ AX7 ലക്ഷറി വരണമെങ്കിൽ ഇനി ഒരുപാട് സമയം എടുക്കുന്നതാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്കിംഗ് പീരീഡും ഒക്കെ ഏകദേശം 2 മാസം 3 മാസമൊക്കെയാണ് ബുക്കിംഗ് പീരീഡ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൽ മെയിനായിട്ട് 3 എൻജിൻസാണ് വരുന്നത്. 2 പെട്രോളിലും 1 ഡീസലിലാണ് വരുന്നത്. ഡീസൽ നോക്കുകയാണെങ്കിൽ ടർബോ ഡീസൽ എഞ്ചിനാണ്, CRDൻ്റെ എഞ്ചിനാണ്. 1.5 ലിറ്ററാണ് ഡീസൽ എഞ്ചിന് വരുന്നത്. അതിൻ്റെ മാക്സിമം പവർ ആണെങ്കിൽ ഏകദേശം 85.8 കിലോ വാട്ടും, അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം ടോർക്ക് ആണെങ്കിൽ 300 ന്യൂട്ടൺ ടോർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ട്രാൻസ്മിഷൻ 2 അവൈലബിൾ ആണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോ ഷിഫ്റ്റും അവൈലബിൾ ആണ്. അതിന് പെട്രോളിലേക്ക് വരികയാണെങ്കിൽ എംസ്റ്റാലിൻ്റെ തന്നെ 2 എൻജിൻസാണ് വരുന്നത്. എംസ്റ്റാലിൻ്റെ 2ഉം ടർബോ തന്നെയാണ്, പക്ഷേ ഒന്ന് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. TCM PFIൻ്റെ എഞ്ചിനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർകൂൾഡ് ആയിട്ടുള്ള TGDI എഞ്ചിനും വരുന്നുണ്ട്.
രണ്ട് എഞ്ചിനും 1.2 ലിറ്റർ തന്നെയാണ്, 1.2 ലിറ്ററിൻ്റെ എഞ്ചിൻ തന്നെയാണ്. പവറും ടോർക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതിൽ ഏകദേശം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഏകദേശം 82 കിലോ വാട്ടാണ് അതിൻ്റെ മാക്സിമം പവർ വരുന്നത്. ടോർക്കാണെങ്കിൽ ഏകദേശം 200 ന്യൂട്ടൺ മീറ്ററും. ഇനി TGDI എഞ്ചിനാണെങ്കിൽ ഏകദേശം 96 കിലോ വാട്ടാണ് അതിൻ്റെ മാക്സിമം പവർ വരുന്നത്. ടോർക്കാണെങ്കിൽ ഏകദേശം 230 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പം രണ്ട് പെട്രോൾ എഞ്ചിനും അത്യാവശ്യം നല്ല ടോർക്ക് തന്നെയാണ്. കാരണം 200 ന്യൂട്ടൺ മീറ്റർ 230 ന്യൂട്ടൺ മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടോർക്ക് തന്നെയാണ്. ഈ രണ്ട് പെട്രോൾ എഞ്ചിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഒക്കെ അവൈലബിൾ തന്നെയാണ്. ഡിസ്ക് നോക്കുകയാണെങ്കിൽ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും റിയറിലും ഒക്കെ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സസ്പെൻഷൻ ആണെങ്കിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല സസ്പെൻഷൻ്റെ കേസിൽ. പിന്നെ ടേണിംഗ് റേഡിയസ് ആണെങ്കിൽ 5.3 ആണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ AX5 സീറ്റല്ല നമുക്ക് AX7 ലക്ഷറിയിൽ കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ല കുഷനും അത്യാവശ്യം നല്ല ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്ര ഒരു ലെവലിലേക്ക് നമുക്ക് കംഫർട്ടും കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് ഈ ഒരു AX5 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിൻ്റെ കേസിൽ TGDI എഞ്ചിന് വരുന്നത് ഒരു 230 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്ന എഞ്ചിന് പെട്രോൾ വന്നിരിക്കുന്ന ആകെ 3 വേരിയൻസിലാണ്. നമുക്ക് AX5 ലക്ഷറി തൊട്ടിട്ടുള്ള വേരിയൻസിൽ മാത്രം, അതായത് ടോപ്പ് 3 വേരിയൻസിൽ മാത്രമാണ് ഈ ഒരു പെട്രോൾ എഞ്ചിനിലെ 230 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്ന എഞ്ചിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. AX5 ലക്ഷറി, AX7 AX7 ലക്ഷറിയിലും. ബാക്കിയുള്ള താഴെയുള്ള എല്ലാ വേരിയൻസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്, ഫ്യൂൽ ഇഞ്ചക്ഷനാണ് എഞ്ചിനാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവറിൻ്റെ ടോർക്കിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ടോപ്പ് 3 വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് സ്പെക്കായിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ നമുക്ക് കിട്ടുക. പിന്നെ ഡ്രൈവിംഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. യാതൊരുവിധ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് ആയാലും നല്ല സ്മൂത്താണ്. വിസിബിലിറ്റിക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു ബ്രേക്കിംഗ്. ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ല ബ്രേക്കിംഗ് ആണ് കേട്ടോ, സൂപ്പർ ബ്രേക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 360 സറൗണ്ടിങ് ക്യാമറ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓവർലോഡഡ് തന്നെയാണ്. കാരണം അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ലെവൽ 2 ADASും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിളും കൂടിയാണ്. സോ ഡ്രൈവിങ്ങിൽ വേറെ നെഗറ്റീവ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഓടിച്ചിരിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് എപ്പോഴെങ്കിലും ഓടിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നട്ടുച്ചയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ ഒരു മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കോൺടാക്റ്റുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നേരെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.